ഞാനിന്ന് അബുദാബിയിലെ മുസഫയിലാണ്. ഏതാണ്ട് 26 വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരെന്ന പ്രദേശത്ത് നിന്നും പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ വർഗീസ് പെരുമ്പാവൂരാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് രംഗത്ത് ഇന്ന് ഒരു ലീഡിംഗ് കമ്പനിയാക്കി മാറ്റിയ ബ്ലൂ ബെൽ എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം വർഗീസ്. നമസ്കാരം. പെരുമ്പാവൂർ, അതാണ് ജന്മദേശം. പെരുമ്പാവൂർ എവിടെയാണ്? പെരുമ്പാവൂരിൽ നിന്നും 7 കിലോമീറ്റർ മാറി വളയൻചിറങ്ങര എന്ന് പറയും. വളയൻചിറങ്ങര എന്ന ഗ്രാമം, അതാണ് ജന്മദേശം. അതെ. പിതാവിന് എന്ത് ജോലി? പിതാവ് ഒരു കർഷകനായിരുന്നു ബേസിക്കലി. ഞങ്ങളും ആ കർഷക ഫാമിലിയിലെ അംഗങ്ങൾ തന്നെയാണ് എല്ലാവരും. എത്രാമത്തെ മകനായിരുന്നു? 3 മക്കളാണ് ഞങ്ങളുള്ളത്. മൂന്നത്തെ ആളെ ചേച്ചി ലിസി PWL എഞ്ചിനീയറായി വർക്ക് ചെയ്യാറ്. രണ്ടാമത് വർഗീസ്. അതെ. മൂന്നാമത് എൽദോസ് അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു കർഷകനായ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. ഒരു നേർവഴിയിലേക്ക് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ. തീർച്ചയായിട്ടും. വർഗീസേട്ടൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് അവർ അങ്ങയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? കാരണം നമ്മൾക്കറിയാം, അന്നും ഇന്നും ഒരു കർഷക ഫാമിലിയിൽപ്പെട്ടവർക്ക് എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ട ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അന്നും വളരെ ഒരു 3 മാസം നമ്മൾ നോക്കിയിരിക്കണം. കൃഷി ഇറക്കി അത് ഫലമായി അത് വിൽക്കാനും അത് വിറ്റ് വേണം നമ്മളുടെ ഫീസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്. അപ്പോൾ അത്ര കഷ്ടപ്പെട്ട് ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഞങ്ങളൊക്കെ പഠിച്ചതും വളർന്നതും. പശുക്കളും നെൽകൃഷികളും ഒരുപാട് പാടങ്ങൾ അന്ന് കുറേ പാടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നെല്ലുകുത്തുന്ന മില്ലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുന്നു കഴിഞ്ഞാൽ അരിയായിട്ട് വൈകുന്നേരം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ പൈസ മേടിച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിക്കുകയും ഇതൊക്കെ ചെയ്തുകൊണ്ട് വന്നത്. പഠിത്തത്തിനോടൊപ്പം തന്നെ ജോലിയും ബിസിനസ്സും എല്ലാം ചെയ്തുകൊണ്ട്. അതെ. അതുപോലെ തന്നെ ഞാൻ അന്നും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ നല്ലൊരു ഇലക്ട്രീഷ്യനായിരുന്നു. ഞാൻ മോട്ടോർ വൈൻഡ് ചെയ്യുമായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, തിക്കോടി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും വെക്കേഷൻ സമയങ്ങളിൽ പോയി മോട്ടോർ വൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ ബസ്സിൻ്റെ ആർമേച്ചർ ഇതെല്ലാം വൈൻഡ് ചെയ്യുന്ന ഒരു കണ്ടുപഠിക്കുകയായിരുന്നു. അതൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പോയി പഠിച്ചതല്ല. അല്ലല്ല. സ്കൂൾ വിദ്യാഭ്യാസം അതെ. പെരുമ്പാവൂർ വളയൻചിറങ്ങര ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അങ്കമാലി ITCയിൽ ഇലക്ട്രീഷ്യനായിട്ട് പഠിച്ചു. അവിടുന്ന് പാസ്സായി. 1 വർഷത്തോളം നോർത്ത് ഇന്ത്യയിലൊക്കെ കറങ്ങി. ഹരിയാനയിൽ മോത്ത ഇലക്ട്രോസ്റ്റീൽ എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൾഫിലേക്കൊരു ചാൻസ് വന്ന് ബോംബെയിൽ പോയി. ബോംബെയിൽ ഏകദേശം 40 ദിവസത്തോളം താമസിച്ചു. ആദ്യം അത് ഫെയിലായിപ്പോയി, വീണ്ടും തിരിച്ചു വന്നു. പിന്നെ രണ്ടാമത് ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെയും പോയി. അങ്ങനെ ഒരു 40 ദിവസം അവിടെ താമസിച്ച് അങ്ങനെയാണ് ഗൾഫിലേക്ക് വരുന്നത്. 1990 ഡിസംബറിലാണ് ഗൾഫിൽ എത്തുന്നത്. ഞങ്ങളിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫ് വാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എനിക്ക് അബുദാബി നാഷണൽ ഹോട്ടൽസ് കമ്പനിയിലേക്കാണ് ഞാൻ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്ത് വന്നത്. ആ കമ്പനിയുടെ വിസയായിരുന്നു. പക്ഷെ അന്ന് ഒരു സ്കിൽഡ് ഇലക്ട്രീഷ്യനും ഒരു വലിയ ജനറേറ്ററിലൂടെ തന്നെ നടന്നു വൈൻഡ് ചെയ്യുന്ന അത്രയും വലിയ ജനറേറ്ററിൽ ഞാൻ വൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്കിൽഡായിട്ടുള്ള എനിക്ക് ഇവിടെ വന്ന് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ക്ലീനറായിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. പറഞ്ഞ ജോലിയല്ല. കാരണം പറഞ്ഞ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് അന്ന് അവിടെ ഗൾഫിലെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നമുക്ക് കിട്ടിയ ജോലിയിൽ നമ്മൾ കയറിയിട്ട് പിന്നെ എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരും എന്നുള്ള ആ കോൺഫിഡൻസോടുകൂടിയാണ് വരുന്നത് അന്ന്. കാരണം നമ്മുടെ മുമ്പിൽ അന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫാമിലിയുടെ വലിയ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നല്ലോ. കാരണം ആ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ മാറിയ വിഷയത്തിൽ നിന്ന്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതെ. കാരണം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരുടെ കഷ്ടപ്പാട്, കാരണം നമുക്ക് പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസം തരുന്നതിൽ പിതാവിന്റെ ഏറ്റവും വലിയൊരു ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. പിതാവിൻ്റെയും മാതാവിൻ്റെയും വലിയ ശ്രദ്ധയുണ്ടായിരുന്നു അതിൽ. അവർക്ക് കഴിയുന്നത്ര അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
അതിൽ ഞങ്ങളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവരോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു. വളരെ കുഞ്ഞുനാളിൽ വർഗീസേട്ടൻ പറഞ്ഞു, എനിക്ക് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു ജോബ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. ഇലക്ട്രോണിക്സുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലോടും വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും കണ്ടാൽ അത് നന്നാക്കുക, അതിനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ആഗ്രഹം. എന്ത് കണ്ടാലും അത് ഞാൻ വളരെ ചലഞ്ചായിട്ട് എടുക്കുമായിരുന്നു. എന്ത് റിപ്പയറിങ്ങും മെയിൻ്റനൻസ് എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു സ്കിൽഡ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ അന്ന് എന്നെ റിക്രൂട്ട് ചെയ്ത ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, അവിടെ ഇലക്ട്രീഷ്യൻ്റെ ജോബൊന്നുമില്ല, യു വിൽ ബി എ ക്ലീനർ ദെയർ. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പറഞ്ഞു, ക്ലീനർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിനക്ക്, ചിലപ്പോൾ സ്ട്രീറ്റിൽ ക്ലീൻ ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ക്ലീനിങ്, ഹോസ്പിറ്റലായിരിക്കും ക്ലീനിങ്, അങ്ങനെയായിരിക്കും എന്തായാലും. ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന്. പക്ഷേ വന്നിട്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ഞാനിവിടെ വന്നിട്ട് എനിക്ക് ആദ്യം കിട്ടിയ ജോലി, ഞാൻ സിഗരറ്റ് വലിക്കാത്ത എനിക്ക് സിഗരറ്റ് ഊറ്റി വറക്കാനായിരുന്നു ആദ്യം കിട്ടിയ ജോബ്. അതെ. ഒരാഴ്ചയോളം ഞങ്ങളങ്ങനെ അബുദാബി എക്സിബിഷൻ സെൻറ്ററിൽ ഇങ്ങനെ ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ദാസ് ഐലൻഡ് എന്ന ഓയിൽ ഫീൽഡിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഈ കമ്പനിയിൽ എത്ര വർഷം ജോലി ചെയ്തു? 2 വർഷമാണ് ആ കമ്പനിയിൽ ജോലി ചെയ്തുള്ളൂ. കാരണം ഞാൻ ദാസ് ഐലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ അവിടുത്തെ ഏരിയയിലുള്ള മാനേജർ അവിടെ വിസിറ്റ് ചെയ്യാൻ വരും, റീജിയണൽ മാനേജർമാർ വിസിറ്റ് ചെയ്യാൻ വരും. അങ്ങനെ അവർ ഒരു അസീസ് ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വലിയ റീജിയണൽ മാനേജർ അന്ന് വിസിറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടിട്ട് സൂപ്പർവൈസറോട് ചോദിച്ചു, അതാരാണ് അതെന്ന് ചോദിച്ചു. ഈ സൂപ്പർവൈസർ അദ്ദേഹം ഒരു മാംഗ്ലൂരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല സ്കിൽഡ് ഇലക്ട്രീഷ്യനാണ്, ഈ ജോബാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സെൻഡ് ഹിം ബാക്ക് ടു അബുദാബി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ ദാസ് ഐലൻഡിൽ നിന്ന് പോന്നു. എനിക്ക് ഇലക്ട്രീഷ്യനായിട്ട് ആ കമ്പനി തന്നെ ജോബ് വന്നു. ആ കമ്പനിയിൽ അങ്ങനെ 2 വർഷത്തോളം ഞാൻ അവരുടെ ജോബ് ചെയ്തു. നല്ല സ്കിൽഡായിരുന്നു, പ്രൊഫഷണലായിട്ട് തന്നെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരാഗ്രഹം, ഒരു മെയിൻ്റനൻസ് കമ്പനി തുടങ്ങിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു മെയിൻ്റനൻസ് കമ്പനി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കെയർഫുള്ളായിരിക്കണം, വളരെ ഫിനാൻഷ്യലായിട്ട് പൈസ ഇല്ലെങ്കിൽ നിനക്കൊരു ബിസിനസ് ഇവിടെ നടത്തിക്കൊണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ, കുഴപ്പമില്ല. അങ്ങനെ വിസ എല്ലാം ക്യാൻസൽ ചെയ്ത് അങ്ങനെ ഒരു ജനറൽ മെയിൻ്റനൻസ്, അൽക്കലി എന്നൊരു ജനറൽ മെയിൻ്റനൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതാണ് ബിസിനസ്സിൻ്റെ തുടക്കം. പക്ഷേ അതൊരു വർഷമേ പുള്ള് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സ്ട്രഗിൾ ചെയ്തു. ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പൈസ ഇല്ലാതെ ഇത് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി. 1 വർഷം കൊണ്ട് ഏകദേശം കുറേ കടം വന്ന് കയറി. അപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്തു. അതെ, കാരണം കൂടുതൽ അതൊരു പരീക്ഷണത്തിന് കൊണ്ടുപോയില്ല. കാരണം അത് ഒരു വലിയൊരു ഡാമേജ് ചെയ്യുമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ ഒരു കമ്പനിയിൽ, കിച്ചൺ എക്യുപ്മെൻസിൻ്റെ കമ്പനിയിൽ ഒരു വേക്കൻസി ഉണ്ട് നിനക്ക്, ഞാൻ അവിടെ ജോലി തരാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു കിച്ചൺ എക്യുപ്മെൻറ്റ്സ്, എനർജി സപ്ലൈസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞ ഒരു കിച്ചൺ എക്യുപ്മെൻറ്റ്സ് കമ്പനിയിലെ ഇൻസ്റ്റലേഷൻ എഞ്ചിനീയറായിട്ട് ജോലിക്ക് കയറി. അവിടെ 10 വർഷം സൈലൻ്റായി നിന്ന് വർക്ക് ചെയ്തു. UAE മാർക്കറ്റും എല്ലാവരും അന്നും ഞാൻ എൻ്റെ സ്കിൽനെസ് എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ മാനേജറേക്കാൾ കൂടുതൽ ശമ്പളം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും ഒക്കെ ഞാൻ പാർട്ട് ടൈം വർക്കിന് പോകും. ഓയിലിൻ്റെ പരിവേഷണം നടത്തുന്ന കമ്പനികൾ ഇവിടെ ഒരുപാടുണ്ട് ഡെസേർട്ടിൽ. അപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം അവർ വന്ന് കൊണ്ടുപോകും. ഡെസേർട്ടിലൂടെ പോകുന്ന ഏകദേശം 100 കിലോമീറ്ററൊക്കെ പോയിട്ടുള്ള ഡെസേർട്ടിൽ പോയിട്ട് അവരുടെ വെസ്റ്റേൺ ജീക്കോ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഞാൻ വ്യാഴാഴ്ച പോയിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ഫുള്ള് അവിടെ വർക്ക് ചെയ്ത്, വ്യാഴാഴ്ച രാത്രിയും വർക്ക് ചെയ്ത്, ശനിയാഴ്ച രാവിലെ കമ്പനിയിൽ ഡ്യൂട്ടിക്ക് വരാൻ പാകത്തിന് ഞാൻ അവിടെ നിന്ന് വരുള്ളൂ. ഏകദേശം ഒരു മാസം 15,000 ദിർഹംസ് വരെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ അവിടെ അവരുടെ എക്യുപ്മെൻസുകൾ, അവരുടെ വലിയ ക്യാമ്പാണത്. ആ ക്യാമ്പ് ഡെസേർട്ടിലുള്ള വലിയ ക്യാമ്പിലുള്ള കിച്ചണും കാറ്ററിംഗ് എല്ലാം ഉണ്ട്. അതിനുള്ള എക്യുപ്മെൻസുകൾ വെസ്റ്റേൺ ജീക്കോ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാൻഡേർഡുള്ള കമ്പനി. അപ്പോൾ വലിയ യൂറോപ്യൻ കാര്യങ്ങളും വർക്കിങ്ങും അതെല്ലാം ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ലുലു ആയിട്ട് എനിക്ക് വരുന്ന കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളാണ് അവിടെ ആദ്യമായിട്ട് ചിക്കൻ റോട്ടസറി മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ബാർബിക്യൂ എന്ന് പറയുന്ന ഒരു മെഷീൻ ആദ്യമായിട്ട് ലുലു അൽഫല പ്ലാസയിൽ ആദ്യമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ്. അത് ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ട്, അതൊന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അവിടുത്തെ സ്റ്റാൻലി സാറ് പറഞ്ഞപ്പോൾ
അങ്ങനെ അത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ മെഷീൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തി ആദ്യം ലുലുവിന് ആ മെഷീൻ ഫിക്സ് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് മുതലുള്ള അദ്ദേഹമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ അവിടെ വരുന്ന കുറേ പാർട്ട് ടൈം വർക്കുകളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. ഈ സ്റ്റാൻലി സാർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, എടാ വർഗീസ്, നീ ഇങ്ങനെ ഈ മെയിൻ്റനൻസും അതും ഇതെല്ലാം ചെയ്തുകൊണ്ട് നടക്കാതെ നീ ഒരു കമ്പനി തുടങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പണ്ടൊരു കമ്പനി തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയൊന്നല്ലല്ലോ, ഇന്നിപ്പോൾ നിൻ്റെ കയ്യിൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്കുണ്ട്, നിനക്ക് മാർക്കറ്റിൽ ഓർഡർ കിട്ടും, നിന്നെ പോലെയുള്ളൊരു ടെക്നീഷ്യൻ ഇന്നത്തെ കാലത്ത് ഞാനിവിടെ എനിക്ക് ആരും കണ്ടിട്ട് പരിചയം ഇല്ല, അപ്പോൾ അതുകൊണ്ട് നീ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ നിനക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഞങ്ങൾക്ക് അബുദാബി എയർപോർട്ടിൽ ഒരു വലിയ പ്രോജക്റ്റ് ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മില്യൻ്റെ സെൻട്രൽ ഡിഷ് വാഷിംഗ് സിസ്റ്റത്തിൻ്റെ എയർപോർട്ടിൽ കംപ്ലീറ്റ് ഡിഷ് വാഷർ റീപ്ലേസ് ചെയ്ത് പുതിയ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അത് മീക്കോ ജർമ്മനി എന്ന് പറഞ്ഞ കമ്പനി അത് ചെയ്തത്. ആ കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യാൻ അന്നേരം ഒരു ടെക്നീഷ്യനോടെ ഞങ്ങൾക്ക് ആവശ്യം വന്നു കമ്പനിയിൽ. അങ്ങനെ ഒരു ടെക്നീഷ്യൻ, എൻ്റെ ഒരു സുഹൃത്ത് അന്നേരം ജോലിയില്ലാതിരിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ അവിടെ കയറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തുക്കളെല്ലാം റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ റെജി എന്ന് പറഞ്ഞ റെജി ജോർജിനെ ഞാനങ്ങനെ എൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറ്റി. ഈ വർക്കും പ്രോജക്റ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ 2 ആൾക്ക് ചെയ്യാനുള്ള വർക്ക് അങ്ങ് കുറഞ്ഞു തുടങ്ങിയായിരുന്നു അന്നേരം. അപ്പോൾ പിന്നെ ഞാൻ പുതിയതായിട്ട് പുള്ളിയെ ജോലിയിൽ കയറ്റി. ഇനി പുള്ളിയോട് പോകാൻ പറയുന്ന ഒരിക്കലും ശരിയല്ല. പിന്നെ എനിക്കൊരാഗ്രഹം വന്നു, ഇങ്ങനെ മെയിൻ്റനൻസ് കമ്പനി, പുതിയൊരു കമ്പനി തുടങ്ങിയാലോ എന്നുള്ള ഇതിനെക്കുറിച്ച്. അങ്ങനെ വീണ്ടും ഞാൻ രണ്ടാമത്തെ മുതലാളിയോട് പറഞ്ഞു, എനിക്ക് എല്ലാം സ്ട്രൈറ്റ് നേരിട്ട് പറയുന്ന കാര്യങ്ങളല്ല, അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കമ്പനി തുടങ്ങണം. അപ്പം അദ്ദേഹം ആ ലോക്കൽ ഒന്ന് ചിരിച്ചു. അത് കഴിഞ്ഞിട്ട്, അങ്ങനെയാണോ, ഒരു കാര്യം ചെയ്യുക, നീ ആലോചിച്ച് നോക്ക്, പിന്നെ ഞാൻ ചെയ്യുന്ന ഹെൽപ്പെല്ലാം നിനക്ക് ചെയ്തു തരാം, കുഴപ്പമില്ല. പിന്നെ എൻ്റെ വർക്ക് പെൻഡിങ് ആവരുത്, അതിനുള്ള ഒരു ട്രെയിനിങ് മൊത്തം നീ പുതിയ ആൾക്ക് ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പോണെങ്കിൽ നീ പൊക്കോ, നിന്നെ വിടാൻ എനിക്കിഷ്ടമില്ല, പക്ഷെ നീ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ലതാണ്, നിനക്ക് കുറച്ചുകൂടെ നിൻ്റെ ഫാമിലിക്കും മെച്ചപ്പെടും, അതുകൊണ്ട് ചെയ്യണമെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. തീർച്ചയായിട്ടും. അങ്ങനെ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ബ്ലൂബെൽ കിച്ചൺ എക്യുപ്മെന്റ് ട്രേഡിംഗ് എന്ന പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ് ബ്ലൂബെൽ കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് വർഗീസ് ചേട്ടൻ തുടക്കം കൊടുക്കുന്നു. ഇന്ന് ബ്ലൂബെൽ കിച്ചൺ എക്യുപ്മെന്റ്സ് എന്ന ഒരു പ്രസ്ഥാനം ഇന്ന് അബുദാബിയിലെ ഒരു ലീഡിംഗ് കമ്പനിയാക്കി മാറ്റിയെടുക്കുവാൻ വർഗീസ് ചേട്ടന് സാധിച്ചു. തീർച്ചയായിട്ടും. കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തുടങ്ങുന്ന ഒരു കാൽവയ്പ്പാണ്. അൽഫല പ്ലാസയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒബ്ജക്റ്റ് കിട്ടിയാൽ അത് എത്ര ബ്യൂട്ടി ആക്കാമോ അതുപോലെ ബ്യൂട്ടിയാക്കി നമ്മൾ വർക്ക് ചെയ്തു കൊടുക്കും. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത, ഇപ്പോൾ 14 വർഷത്തോളമായി, അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കസ്റ്റമറെ ഞാൻ ഇതുവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടില്ല, ഇങ്ങോട്ട് വരുന്ന കസ്റ്റമർ അല്ലാതെ. അന്ന് വന്ന കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല, അതാണ് ഒരു പ്രത്യേകത. അതെ അതെ അതെ. ഇന്ന് കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ ഒരുപാട് വെറൈറ്റീസ്, ഡിഫറെന്റ് ആയിട്ടുള്ള അതിന്റെ ഡിസൈൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ താഴെയുണ്ട്. അതെ അതെ. ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതെ അതെ. അത് അവൈലബിൾ ആണ് പലപ്പോഴും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ തൈവാനിൽ നിന്ന് വരുന്ന സ്റ്റീലാണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ളത് തൈവാൻ്റെ സ്റ്റീലാണ്. 304, 316 ഈ 2 ഗ്രേഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് ഇവിടെ അവൈലബിൾ ആണ്. നല്ല കമ്പനികളുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ രണ്ടാമത് വരുന്ന ഡിസൈൻ പാർട്ടാണ്. ഡിസൈൻ പാർട്ട് എത്രത്തോളം നമുക്ക് അതിന്റെ ഫിനിഷിങ്ങിലും ഒക്കെ ഉള്ള ആ ഒരു ക്വാളിറ്റിയാണ് ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതെ, തീർച്ചയായിട്ടും. എന്ത് വർക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും എനിക്കത് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും റീപ്ലേസ് ചെയ്ത് തന്നെ വേറെ പുതിയതുണ്ടാക്കും ഞാൻ. അങ്ങനെ ഒരു കോംപ്രമൈസ് ഇല്ല. അതെങ്ങനെയെങ്കിലും കയറ്റിവിടാം, അല്ലെങ്കിൽ അത് ചെയ്ത്, അങ്ങനെ ഇല്ല എനിക്ക്. എൻ്റെ കൊണ്ട് ഞാനിങ്ങനെ കാണുന്നത്, എനിക്കത് ഒറ്റയടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാനത് കൊടുക്കാറില്ല, അത് സപ്ലൈ ചെയ്യാറില്ല. കാരണം നമ്മളെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് ഇവിടെ നിന്ന് ഫീൽ ചെയ്തിട്ട് വേണം ഇത് ഡെലിവറി ചെയ്യാൻ. അതെ, തീർച്ചയായിട്ടും. അതാണ് വർഗീസ് ചേട്ടന്റെ വിജയം എന്ന് പറയുന്നത്. ഒരുപാട് ഇപ്പൊ കിച്ചന്റെ ആയിരുന്നാലും നമ്മള് ബേക്കറി ഐറ്റംസിന്റെ ആയിരുന്നാലും എല്ലാത്തിന്റെയും ഡിഫറൻസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്? ഇപ്പം മെയിനായിട്ട് ഞങ്ങളുടെ മേജർ ക്ലയന്റ് ഞാൻ പറഞ്ഞു, ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. അവരുടെ വെജിറ്റബിൾ ഡിസ്പ്ലേസ്, ഫ്രൂട്ട്സ്, ആപ്പിൾസ് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന ഷെൽഫ്സ് എല്ലാം ഞങ്ങളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അത്
വർഷങ്ങളായിട്ട് ഞങ്ങളാണ് മാനുഫാക്ചർ ചെയ്തത്. ഇപ്പോൾ പുതുതായിട്ട് ജിദ്ദയിലെ അവരുടെ ബ്രാഞ്ചിൽ അതെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ജിദ്ദയിലെ പ്രോജക്റ്റും ഞങ്ങൾ ചലഞ്ചിങ് പ്രോജക്റ്റ് തന്നെ. തീർച്ചയായിട്ടും അതും ഞങ്ങളിപ്പോൾ കയറ്റി വിട്ട് നെക്സ്റ്റ് വീക്കിൽ ഞങ്ങളവിടെ പോകുന്നുണ്ട് ഇൻസ്റ്റലേഷനും എല്ലാം ചെയ്യാനായിട്ട്. അതാണ് ഇപ്പോൾ ലാസ്റ്റ് പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ തന്നെ മേജർ ഞങ്ങൾ അഡ്രസ് ഹോട്ടലിൽ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള സ്റ്റാർ ഹോട്ടൽസ്, കിച്ചൺ എക്യുപ്മെന്റ്സ്, ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടൽ, ഇവിടെയെല്ലാം ഞങ്ങൾ കോൾഡ് റൂംസ്, ഇങ്ങനെയെല്ലാം കിച്ചൺ എക്യുപ്മെന്റ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് ഡെലിവറി ചെയ്യും. വളരെ പ്രത്യേകതയുള്ള, കാരണം എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓൺ ടൈം ഡെലിവറി എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കൃത്യസമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ, പറഞ്ഞ സമയത്ത് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആഫ്റ്റർ സർവീസിൽ ഞങ്ങൾ എക്സലന്റ് തന്നെയാണ്. ഞങ്ങളങ്ങനെ ആഫ്റ്റർ സർവീസിൽ എന്ത് പ്രോബ്ലം വന്നാലും ഞങ്ങൾ അത് സോൾവ് ചെയ്തിരിക്കുക അവർക്ക്. ഇനിയിപ്പോൾ വാങ്ങുന്ന ആൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇത് ഞങ്ങൾക്ക് പൂർണ്ണമായി യൂസ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഒരു വാക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഞങ്ങൾ അവർക്ക് ആവശ്യമായ രീതിയിൽ ഞങ്ങൾ മാറ്റി ചെയ്തു കൊടുക്കും. അതിനൊന്നും ഞങ്ങൾ പ്രൈസിൽ ഒരു മാറ്റം വരുത്തുമോ പിന്നെ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യുക അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് അവരുടെ റിക്വയർമെന്റും അവരുടെ ചോയ്സും അനുസരിച്ച് നമ്മൾ ഡിസൈൻ അവരുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് ബ്ലൂ ബില്ലിന്റെ വലിയ വിജയം. അതുകൂടാതെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ എംപ്ലോയീസ് ആണ്. തീർച്ചയായിട്ടും എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എംപ്ലോയീസ് പ്രൊഫഷണലി വളരെ സ്കിൽഡ് ആണ്. അവർ വളരെ സ്കിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വാട്ടർ ടാങ്കുകളൊക്കെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ചാൽ പല സ്ഥലത്തുനിന്ന് ലീക്ക് വരും. നമ്മുടെ സ്റ്റാഫ് വെൽഡ് ചെയ്യുന്ന ഒരു സ്പോട്ടിൽ പോലും ഒരു പോയിന്റ് പോലും ലീക്കോ ഒന്നും ഉണ്ട്. അത്ര സ്കിൽഡാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിന് ഹാർഡ് വർക്ക്. അതെ എത്ര എംപ്ലോയീസ് ഉണ്ട്? സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് 42ഓളം എംപ്ലോയീസ് ഉണ്ടായിരുന്നു. പിന്നെ 13 കാലഘട്ടത്തിൽ ചെറിയ വർക്ക് കുറവുണ്ടായിരുന്നു, ചെറിയ വർക്ക്. അന്നേരം ഒരു 3-4 പേരെ ക്യാൻസൽ ചെയ്ത് വിട്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 34ഓളം സ്റ്റാഫ് ഞങ്ങൾക്ക് ഉണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ളവർ വിവിധ ഭാഷ സംസാരിക്കും. അതെ അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതെ അതുകൂടാതെ ഈ രാജ്യം നമുക്ക് നൽകിയ സ്നേഹം, കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഈ രാജ്യത്തേക്ക് വന്നിറങ്ങുമ്പോൾ ഇരു കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുവാനും ഈ മണ്ണ് നമുക്ക് എന്തോ ഒരു അഫെക്ഷൻ നമുക്ക് നൽകുകയും അത് ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. കാരണം ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും വർഗീസ് ഏട്ടൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കിച്ചൺ എക്യുപ്മെൻറ്റ്സിൻ്റെ ബിസിനസ് തുടങ്ങുമ്പോൾ 6 മാസത്തോളം എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഷാർജയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷാർജ ഇൻഡസ്ട്രി ഏരിയയിൽ. അതെ 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈസൻസ് തന്നെ എടുക്കുന്നത്. അതുപോലെ ഈ സപ്പോർട്ടീവാണ് ഈ നാട്ടിലുള്ളവരും അവരുടെ കാര്യങ്ങളും. അതുകൊണ്ട് അറബ്സിനെ ഒരിക്കലും അവർ നമ്മളെ ശരിക്കും മലയാളികളെ അംഗീകരിച്ചിട്ടുള്ളവരാണ്. അതുകൂടാതെ തന്നെ എല്ലാ വിജയത്തിൻ്റെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് വർഗീസ് ഏട്ടൻ പറഞ്ഞു, ദൈവാനുഗ്രഹം തന്നെയാണ്. ദൈവം തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിച്ചത്, നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. കാരണം നമുക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗം നമ്മളെ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ഒരു ജോലിയെ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും മനസ്സിലാക്കി തരികയും ഇന്ന് അബുദാബിയിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുവാൻ ബ്ലൂ ബെൽ കിച്ചൺ എക്യുപ്മെന്റ് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹം കൊണ്ട്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ്? 100% ദൈവാനുഗ്രഹമാണ്. പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ വൈഫ്. അവിടുന്ന് 3 കിലോമീറ്റർ ദൂരെയാണ്, കീഴം എന്ന് പറയും. ആദ്യത്തെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്
അല്ല, കിച്ചൺ എക്യുപ്മെന്റ്സിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കഴിക്കുന്നത്. വൈഫിന്റെ പേര് സിബി. കുട്ടികൾ എത്ര? 3 കുട്ടികളുണ്ട്. മൂത്തയാള് ഇപ്പോൾ +2 കഴിഞ്ഞ് പേര് ലിന വർഗീസ്. ഇപ്പോൾ MBBSന്റെ എൻട്രൻസ് എഴുതിയിട്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് 10th കഴിഞ്ഞ് ഇനിയിപ്പോൾ +2 പോകാനായിട്ട് ലിജോ വർഗീസ്. മൂന്നാമത്തെ ആളാണ് അലൻ വർഗീസ്. ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ, ഞാൻ കമ്പനി തുടങ്ങുമ്പോൾ അന്ന് എൻ്റെ മകൻ വളരെ ചെറുതായിരുന്നു. എനിക്ക് ഓട്ടോകാഡിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുന്നതിനൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. അത്രയും കൊച്ചിൽ ഞാൻ എൻ്റെ മോനെ ഓട്ടോകാഡ് പഠിപ്പിച്ച് അവനായിരുന്നു എൻ്റെ കമ്പനിയുടെ മുഴുവൻ ഡിസൈൻ ചെയ്യുന്നതും. അന്ന് മുതൽ ഏകദേശം ഒരു 4ാം ക്ലാസ് എന്ന് പറയാം, അത്രയും മുതൽ ഓട്ടോകാഡിൽ സ്കിൽഡായിട്ട്. ഇപ്പോൾ അനിമേഷൻ കഴിഞ്ഞു, ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ഫയർ ഷൂട്ടിങ്ങൊക്കെ സിസ്റ്റത്തിൽ ചെയ്യാൻ കഴിയുന്ന അത്രയത്തിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സിനോടാണ് കമ്പമെങ്കിൽ മകൻ വളരെ ചെറുപ്പം മുതൽ കുട്ടിക്കാലം മുതൽ ഓട്ടോകാഡിലേക്ക് ആ ഒരു ടാലന്റ് ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ള. അതുകൂടാതെ തന്നെ വർഗീസ് ഏട്ടൻ ഒരുപാട് പേര് ഒരു ആവശ്യത അനുഭവിക്കുന്നത്. കാരണം വർഗീസ് ഏട്ടൻ കടന്നു വന്ന വഴികളിൽ വർഗീസ് ഏട്ടൻ എന്തൊക്കെയാണോ അനുഭവിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള വ്യക്തി. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളങ്ങനെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മാസത്തിൽ ഒരു 10 ദിവസം അങ്ങനെ നാട്ടിലായിരിക്കും മിക്കവാറും. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വീട്ടിൽ വരും ചികിത്സയ്ക്ക്. അത് എല്ലാവർക്കും നമ്മൾ അവർക്ക് ആവശ്യമായ അന്വേഷിച്ച് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഞാൻ ആദ്യം അന്വേഷിക്കും അവർ വരുന്നവർ ജെന്യൂൻ ആണോ എന്ന് കേസ് അന്വേഷിക്കും. ഞാൻ അത് ഇവിടെ തന്നെ ആര് വന്നാലും ഞാൻ അവരെ അർഹതപ്പെട്ടവനാണോ എന്ന് നോക്കി ഞാൻ ചെയ്യാറുള്ളൂ. ഈ കഴിഞ്ഞുപോയ 26 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായിരുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ട് ജീവിതത്തെ കണ്ടിട്ടുള്ളൂ. വളരെ ടെൻഷനൊന്നും ഇല്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ഇതൊരു പുഞ്ചിരിയോടെ. അതെ, വളരെ സിമ്പിളായിട്ട് നമ്മളത് കണ്ടിട്ടുള്ളൂ. എനിക്ക് നാട്ടിലൊരു സെറ്റപ്പ് നമുക്കുണ്ടാവണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ നാട്ടിലൊരു 10 ഏക്കറോളം സ്ഥലം, ഒരു ഐലൻഡ് പോലെ കിടക്കുന്ന സ്ഥലമായിരുന്നു. അത് വാങ്ങി ഞങ്ങളവിടെ ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു വലിയ ഗ്രീൻ ഹൗസ് ആരംഭിച്ചു. വെജിറ്റബിൾസ്, ജൈവകൃഷി. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ ഹൗസിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വെണ്ട, പയർ, ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു അഗ്രികൾച്ചർ ഫാമിലി എന്നാണ് നമ്മൾ കടന്നു വന്നത്. നമ്മൾ വളർന്നതും ഒക്കെ അതൊക്കെ കണ്ടു തന്നെ. അതൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ വൈഫ് അതിന്റെ എല്ലാം മേൽനോട്ടം നോക്കുന്നു. കുട്ടികളൊക്കെ നാട്ടിലാണ്. കുട്ടികളെല്ലാം നാട്ടിലാണ്. കഴിഞ്ഞ വർഷമാണ് അവര് ഇവിടുന്ന് വിദ്യാഭ്യാസ ഇതായിട്ട് നാട്ടിലേക്ക് പോയത്. അപ്പനും അമ്മയും? അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ടാവും. എത്ര വർഷം? 3 വർഷം കഴിഞ്ഞു. 3 വർഷം. അമ്മ തറവാട്ടിൽ തന്നെയാണ്. എല്ലാം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് സർവേശ്വരൻ നമുക്ക് കൊണ്ട് തന്നു. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് വർഗീസ് ഏട്ടൻ ഒരു ജോലി എന്ന സ്വപ്നം പോലെ ഇവിടെ വന്നിറങ്ങുന്നു. ഒരുപാട് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഒരു ജോലി ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ഈ കുടുംബത്തെ പോറ്റുക, അതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും. പ്രവാസിയും പോലെ എൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ 10 സിനിമയിൽ പറയുമ്പോൾ വഴി തെളിക്കാൻ വന്നവർക്ക് ആ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ, പിന്നെ വരുന്നവർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വഴി തെളിച്ചവരാണ്, ഞങ്ങൾ തെളിക്കാൻ വന്നവരാണ്. അതാണ് ഇവിടെ വന്ന് തുടക്കത്തിൽ തന്നെ ഒട്ടനവധി ജോലികളും ചെയ്തു. അതിനൊരു വൈറ്റ് കോളർ മെന്റാലിറ്റി ഇല്ല. അത് ഏത് ജോലിയും ഞാൻ ചെയ്യാം, ഞാൻ വന്ന ജോലി ഇല്ലാതെ വന്നപ്പോൾ പോലും ഞാൻ ക്ലീനിങ് തന്നെ ചെയ്യാം. ആ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നാട്ടിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾ ആ ലാൻഡ് വാങ്ങി അതെല്ലാം ഡെവലപ്പ് ചെയ്തു. ഞങ്ങളിപ്പോൾ ഏകദേശം അവിടെ ഒരു വാങ്ങിയിട്ട് തന്നെ ഏകദേശം 1 കോടി രൂപയോളം ഞങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താണ് ഇപ്പോൾ ഇതെല്ലാം ഗ്രീൻ ഹൗസും ഈ ജൈവ കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 1 ഏക്കറിലുള്ള ഗ്രീൻ ഹൗസ് ഫസ്റ്റ് ഫേസ് ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതെ, രണ്ടാമത്തെ ഫേസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മേൽനോട്ടങ്ങളൊക്കെ ഫാമിലി ഏൽപ്പിച്ചു. അതെ, കാരണം വൈഫ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൈഫ് ഇവിടെ തന്നെ വർക്ക് ചെയ്യായിരുന്നു ഓഫീസിൽ. അക്കൗണ്ട്സും ഇതെല്ലാം വൈഫാണ് ചെയ്തുകൊണ്ടിരുന്നത്. വൈഫിൻ്റെ വലിയ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. കാരണം അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇവിടുന്ന് ഞാൻ ഷാർജയിൽ പോയി, ഫാമിലി ഇവിടെയും ഞാൻ ഷാർജയിൽ പോയി രാത്രി ഒക്കെ വരുന്നത് ചിലപ്പോൾ 2 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ വരുമ്പോഴും എൻ്റെ ഫാമിലി കൊച്ചുങ്ങൾ പോലും ഉറങ്ങില്ല. പിറ്റേ ദിവസം രാവിലെ അവർ സ്കൂളിലും പോകും. അതേപോലെ കെയറായിട്ട് ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഫാമിലിയിലും. അതുപോലെ കുട്ടികളെ ഞങ്ങളുടെ പ്രശ്നങ്ങളും
ഞങ്ങളുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം ഇൻവോൾവ് ചെയ്യിച്ചാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് ഇന്ന് സന്തോഷമായ ജീവിതം സർവേശ്വരൻ നമുക്ക് തന്നു എന്നുള്ളത്. ഈ 26 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വർഗീസേട്ടൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം എന്താണ്? ഇന്നത്തെ ചെറുപ്പക്കാരെ ഒരുപാട് കഷ്ടപ്പെടാനായിട്ട് അവർക്ക് വളരെ മനസ്സില്ലാത്ത ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം ഞാൻ അത് ചോദിക്കാൻ കാരണം 26 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലീനിങ് ജോബിലേക്ക് വർഗീസേട്ടനെ തള്ളിവിട്ടപ്പോൾ അത് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചു. ഇന്നത്തെ ചെറുപ്പക്കാർ അതുണ്ടാവണമെന്നില്ല. ഇല്ല. അതുപോലെ തന്നെ ഞാൻ 10 വർഷം വർക്ക് ചെയ്ത കമ്പനിയിൽ ഇപ്പോൾ രാത്രി വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും അതൊന്നും എൻ്റെ ഡ്യൂട്ടിയിൽ പെട്ട കാര്യങ്ങളല്ല. ഒരു ഓവർ ടൈം വാങ്ങുക ഒന്നും ചെയ്യാതെ ടൈം നോക്കാതെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ വർക്ക് എല്ലാം എനിക്ക് ഉപകാരപ്പെട്ടത് പിന്നീട് എൻ്റെ കമ്പനി വന്നപ്പോഴാണ്. അത്രയും കസ്റ്റമേഴ്സിന് എനിക്ക് കിട്ടിയത് എല്ലാം അവർക്ക് കൊടുത്ത സർവീസും ആ ഒരു നമ്മുടെ പ്രൊഫഷണലിനോട് കാണിച്ച നീതിയുമാണ് ഇന്ന് വർഗീസേട്ടനെ ബ്ലൂ ബെൽ എന്ന പ്രസ്ഥാനത്തിൽ വളരെ ഉയരങ്ങളിലേക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം തന്നു. അതെ, തീർച്ചയായിട്ടും. ഇനിയുള്ള സ്വപ്നം എന്താ? ഇനിയുള്ള സ്വപ്നം ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ വെജിറ്റബിൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ മോളെ MBBSന് വിടണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം. സാമൂഹിക പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം ബാക്കിയുള്ള കാലം. അതെ, എന്തായാലും വളരെ നല്ല ഒരു അനുഭവമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരുപാട് ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് നന്മകൾ സർവേശ്വരൻ ഇനിയും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു വർഗീസ്.